Phase locked loops, otherwise called as PLL, fifth module ഒരു പോർഷനാണിത്. The main purpose of a PLL circuit is to synchronize an output oscillator signal with a reference signal. PLL സർക്യൂട്ടിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് സിങ്ക്രണൈസേഷൻ ആണ്. ഒരു ഔട്ട്പുട്ട് ഓസിലേറ്ററിൻ്റെ സിഗ്നലും ഒരു ഇൻപുട്ട് റെഫറൻസ് സിഗ്നലുമായി സിങ്ക്രണൈസ് ചെയ്യുക. When the phase difference between the two signals is zero, the system is locked. Phase locked loop എന്നാണ്. ലോക്ക്ഡ് എന്നുള്ള ടേം ഇവിടെ എടുത്തിട്ടുണ്ട്. When the phase difference between the two signals, ഏതാണ് ടു സിഗ്നൽസ്? ഔട്ട്പുട്ട് ഓസിലേറ്ററിൽ നിന്ന് വരുന്ന സിഗ്നലും ഇൻപുട്ട് റെഫറൻസ് സിഗ്നലും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് സീറോ ആകുമ്പോൾ ദ സിസ്റ്റം ഈസ് ലോക്ക്ഡ്. അപ്പോൾ എന്താണ് PLL എന്നുള്ള ഡെഫിനേഷൻ ഈ ലൈനിൽ നമുക്ക് കിട്ടും. എ PLL is a closed loop system with a control mechanism to reduce any phase error that may occur. അതാണ് PLL ഡെഫിനേഷൻ. PLL is a closed loop system. ഒരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ആണ്, ഓപ്പൺ സിസ്റ്റം അല്ല. വിത്ത് എ കൺട്രോൾ മെക്കാനിസം, അതിനകത്തൊരു കൺട്രോൾ ഉണ്ട്. ടു റെഡ്യൂസ് എനി ഫേസ് എറർ, ഫേസ് എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഏതാ ഔട്ട്പുട്ട് ഓസിലേറ്റർ സിഗ്നലും ഇൻപുട്ട് റെഫറൻസ് സിഗ്നലുമായി എന്തെങ്കിലും ഫേസ് എറർ ഉണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യുക, അതിനെ സീറോയിലേക്ക് എത്തിക്കുക, ലോക്കിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഫേസ് ലോക്ക്ഡ് ലൂപ്പ്. ഫേസ് ലോക്ക്ഡ് ലൂപ്പ് ഇൻക്ലൂഡ്സ്, ഇതിനകത്ത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന 3 ബ്ലോക്കുകൾ: 1 ഫേസ് ഡിറ്റക്ടർ, 2 ലോ പാസ് ഫിൽറ്റർ, 3 VCO. ഈ പേര് VCO നമ്മൾ നേരത്തെ സർക്യൂട്ടായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ അതാണ് VCO. PLLs എവിടെ ഉപയോഗിക്കും? എവിടെയാണ് ഈ ഫേസ് ലോക്ക് ലൂപ്പ് ഉപയോഗിക്കുന്നത്? ടു ജനറേറ്റ്, സ്റ്റെബിലൈസ്, മോഡുലേറ്റ്, ഡിമോഡുലേറ്റ്, ഫിൽറ്റർ ഓർ റിക്കവർ എ സിഗ്നൽ ഫ്രം എ നോയിസി എൻവയോൺമെന്റ്. ഒരു നോയിസി എൻവയോൺമെന്റിൽ ഇരിക്കുന്ന ഒരു സിഗ്നലിനെ ജനറേറ്റ് ചെയ്തെടുക്കാനോ, അതിൽ നിന്ന് ജനറേറ്റ് ചെയ്തെടുക്കാനോ, അതല്ലെങ്കിൽ നോയിസി എൻവയോൺമെന്റിലുള്ള ഒരു സിഗ്നലിനെ സ്റ്റെബിലൈസ് ചെയ്യാനോ, അല്ലെങ്കിൽ നോയിസി എൻവയോൺമെന്റിലെ സിഗ്നലിനെ മോഡുലേറ്റ് ചെയ്യാനോ, ഡിമോഡുലേറ്റ് ചെയ്യാനോ, മോഡുലേഷൻ ഡിമോഡുലേഷൻ നമുക്കറിയാം, AM FM ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഫിൽട്ടർ ചെയ്യാനോ ഓർ റിക്കവർ എ സിഗ്നൽ, നോയിസിനെ റിക്കവർ ചെയ്യാനോ ഒക്കെ ആയിട്ട് നമ്മൾ സാധാരണഗതിയിൽ ഈ ലോക്ക്ഡ് സിസ്റ്റം ഉപയോഗിക്കും, ഫേസ് ലോക്ക്ഡ് ലൂപ്പ് ഉപയോഗിക്കും. ഇനി അതിന്റെ ആപ്ലിക്കേഷൻ പറഞ്ഞാലോ: ഫ്രീക്വൻസി മോഡുലേഷൻ ആൻഡ് ഡിമോഡുലേഷൻ, മോട്ടോർ സ്പീഡ് കൺട്രോൾസ്, ട്രാക്കിംഗ് ഫിൽറ്റേഴ്സ്, frequency synthesized transmitters and receivers, generation of local oscillator frequency in television, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് മാത്രമേ നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് PLLs. ബ്ലോക്ക് ഡയഗ്രാം നമ്മൾ നേരത്തെ പറഞ്ഞ 3 ബ്ലോക്കുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ ബ്ലോക്ക് ഫേസ് ഡിറ്റക്ടർ, രണ്ടാമത്തത് ലോ പാസ് ഫിൽറ്റർ, മൂന്നാമത്തത് വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ. ഇൻപുട്ട് ഫ്രീക്വൻസി Fin, ഇവിടത്തേക്ക് പുറത്തുനിന്ന് F ഔട്ട്. ഇതിൽ നിന്ന് ഔട്ട്പുട്ടിൽ നിന്ന് പോർഷൻ എടുത്ത് ഫീഡ്ബാക്ക് പാത്ത് വഴി ഫേസ് ഡിറ്റക്ടറിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫീഡ്ബാക്ക് ലൂപ്പ്. അങ്ങനെ വന്നപ്പോൾ ഇതൊരു ക്ലോസ് ലൂപ്പ് സിസ്റ്റമായി. ഈ ഇൻപുട്ട് ഫ്രീക്വൻസിയും ഈ ഔട്ട്പുട്ട് ഫ്രീക്വൻസിയുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതാണ് ഔട്ട്പുട്ട് ഓസിലേറ്റർ ഫ്രീക്വൻസിയും ഇൻപുട്ട് റെഫറൻസ് സിഗ്നലുമായി കമ്പയർ ചെയ്ത് ഏതെങ്കിലും ഫേസ് ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കി ആ ഫേസ് ഡിഫറൻസിനെ സീറോ ആക്കി ലോക്ക് ആക്കുന്ന പ്രൊസീജിയറാണ് ഈ PLL ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫേസ് ഡിറ്റക്ടർ, ലോ പാസ് ഫിൽറ്റർ ആൻഡ് VCO ആണ് വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ. ഈ 3 ബ്ലോക്കുകൾ ചേരുമ്പോൾ PLL ആയി. ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ: ദ ഫേസ് ഡിറ്റക്ടർ ക്യാൻ ബി കോൾഡ് എ കമ്പാരറ്റർ. ഇതിനെ നമുക്ക് ഒരു കമ്പാരറ്റർ എന്ന് വിളിക്കാം. ഇറ്റ് കമ്പയർസ് ദ ഇൻപുട്ട് ഫ്രീക്വൻസി Fin വിത്ത് ദ ഫീഡ്ബാക്ക് ഫ്രീക്വൻസി F ഔട്ട്. ദ ഔട്ട്പുട്ട് ഓഫ് എ ഫേസ് ഡിറ്റക്ടർ ഇസ് എ DC വോൾട്ടേജ്. ഇതിന്റെ ഔട്ട്പുട്ട് DC വോൾട്ടേജ് ആയിരിക്കും. ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിളിന്റെ പാർട്ടായിട്ടുള്ള ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം.